ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കിലോ കഴുകി വൃത്തിയാക്കിയ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒരു കത്തി കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കണം. ചിക്കനിലേക്ക് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു മുട്ട നന്നായി പൊട്ടിച്ച് ഉടച്ചൊഴിക്കുക. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ പുളിയില്ലാത്ത തൈരും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം. ഈ മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് യോജിപ്പിച്ചെടുത്ത ഈ മിക്സ് നമുക്ക് ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് ചേർത്ത് മാരിനേറ്റ് ചെയ്തെടുക്കാം. കൈ ഉപയോഗിച്ച് തന്നെ നല്ലതുപോലെ കുഴച്ച് എല്ലായിടത്തും നന്നായിട്ട് മസാല പിടിക്കുന്ന രീതിയിൽ ചിക്കൻ്റെ പീസുകൾ നന്നായിട്ട് നമുക്ക് കുഴച്ചെടുക്കാം. ഈ കുഴച്ച് വെച്ച മിക്സ് നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാം. പുറത്താണെങ്കിൽ നമുക്ക് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് പെട്ടെന്നൊക്കെ ട്രൈ ചെയ്ത് നോക്കണമെങ്കിൽ നമുക്ക് അധികം സമയമൊന്നുമില്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1/2 മണിക്കൂർ സെറ്റ് ചെയ്തെടുക്കാം. ഫ്രിഡ്ജിലാണെങ്കിൽ നമുക്ക് 1/2 മണിക്കൂർ വെച്ചാൽ മതി. നമുക്കൊരു പാനിൽ എണ്ണയൊഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഓരോരോ കഷ്ണങ്ങളായിട്ട് വെച്ച് ചിക്കൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ച് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ച് വേവിക്കുക. അതിനുശേഷം മൂടി തുറന്ന് കഷ്ണങ്ങളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മൂടി അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഫ്ലെയിം കൂട്ടിക്കൊടുത്ത് മൂടി തുറന്ന് വെച്ച് നല്ലതുപോലെ 2 സൈഡും മൊരിച്ചെടുക്കുക. ചിക്കൻ നല്ലതുപോലെ മൊരിഞ്ഞ് വരണം, എങ്കിൽ ആ ക്രിസ്പിനെസ് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ചിക്കൻ എല്ലാം നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരിയെടുത്ത് മാറ്റി വെക്കാം. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.